ഹലോ ഗൈസ്, അപ്പോൾ ദുബായ് വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഷാർജയൊക്കെ വിട്ട് ഇന്നിപ്പോൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ദുബായിലെത്തി. ഇന്നലെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഇന്നായപ്പോഴത്തേനും ഞാൻ ഒരു പാക്കേജ് എടുത്തു. അതായത് ഒരാൾക്ക് 75 ദിറംസ് വെച്ചിട്ടാണത്. ദുബായ് സിറ്റി ഫുള്ള് നമ്മൾക്കൊന്ന് കറങ്ങി കാണാൻ പറ്റും. ഒരു മിനി ബസ്സിലായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള അട്രാക്ഷൻസിലൊക്കെ അവർ കൊണ്ടുപോയി നമ്മളെങ്ങനെ കാണിക്കും. ദുബായ് ഫ്രെയിം ഫ്യൂച്ചർ മ്യൂസിയം, പിന്നെ ദുബായ് മറീന, ജുമേറ ബീച്ച്, അറ്റ്ലാന്റിസ്, പാം ജുമേറ, പിന്നെ ഒരു ഓൾഡ് മ്യൂസിയത്തിൽ കൊണ്ടുപോയി. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇവരിങ്ങനെ ഒരു ഗൈഡും കൂടെ നമ്മുടെ കൂടെ കാണും. പുള്ളി ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരാം. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെയൊക്കെ നിന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ അവർ നമ്മളെ നേരെ ദുബായ് മോളിൽ ഇറക്കും, അതല്ല വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ദുബായ് മോളിൽ തന്നെ ഇറങ്ങി. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സബ്വേയിലൊക്കെ ചെന്നപ്പോഴത്തേനും നല്ല തിരക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ തിരക്കില്ലാത്തൊരു അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് അവരുടെ ഒരു സ്റ്റൈൽ ഷവർമ ഓർഡർ ചെയ്തു. പപ്പ എപ്പോഴും പറയും, ഇവിടെ വരുന്നത് നമ്മൾ നമ്മുടെ ടൈപ്പ് ഫുഡ് കഴിക്കാനല്ലല്ലോ, അപ്പോൾ നമ്മൾ ഇവരുടെ സ്റ്റൈൽ ഫുഡ് തന്നെ കഴിക്കണമെന്ന്. അങ്ങനെ എന്തായാലും നമ്മൾ ഷവർമയും പിന്നെ നമ്മുടെ ഒരു ഡെസേർട്ട് ഉണ്ടല്ലോ കുനാഫയും, പിന്നെ മമ്മിക്ക് ഇതൊന്നും പറ്റത്തില്ല അധികം, അതുകൊണ്ട് മമ്മിക്കൊരു ബിരിയാണി തന്നെ നമ്മൾ വാങ്ങി. പപ്പ ഒരു നല്ല കോഫി ലവറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ മോളിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ കോഫി, പല തരത്തിലുള്ള കോഫി അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു മണം അടിക്കുമ്പോഴേ പപ്പ ഇങ്ങനെ നോക്കും എവിടെയാണ് ഏത് കോഫി ഷോപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്നൊക്കെ കോഫി ഇടയ്ക്കിടയ്ക്ക് പപ്പയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ദുബായിലുള്ള മിറാക്കിൾ ഗാർഡൻ കാണാനായിട്ടാണ്. പേര് പോലെ തന്നെ ഒരു വലിയ വിസ്മയം തന്നെയാണ് ഈ മിറാക്കിൾ ഗാർഡൻ. 150 ലക്ഷത്തിലധികം പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഗാർഡന് ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ എന്ന റെക്കോർഡ് ഉൾപ്പെടെ 3 ഗിന്നസ് റെക്കോർഡുകളാണ് ഉള്ളത്. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ഫ്ലോറൽ സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ കാണാം. ലേക്ക് പാർക്കുകൾ, അംബ്രല്ല ടണൽസ്, ഫ്ലോറൽ കാസിൽസ്, പിന്നെ കുട്ടികളുടെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. ഈ നടന്നു പോകുന്ന വഴിയോര പാതകൾക്കപ്പുറത്ത് ഒരു ബൗണ്ടറി വാള് പോലെ കുറേ മരങ്ങളിങ്ങനെ അതുപോലെ ഷേപ്പ് ചെയ്തിങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കയറിയാൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു 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 സ്റ്റോളുകളുണ്ട്. പക്ഷേ വിലയും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ദുബായിൽ അൽ ബർഷയിലുള്ള ഈ മിറാക്കിൾ ഗാർഡൻ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. സാറ്റർഡേ സൺഡേ വന്നിട്ട് രാത്രി 11 മണി വരെ ഓപ്പൺ ആണ്. സീസൺ ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ തുടങ്ങി ഏപ്രിൽ മാസം വരെയാണ്. മെയ് തൊട്ടിട്ട് സെപ്റ്റംബർ വരെ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. കാരണം UAE ആ ടൈമിൽ എക്സ്ട്രീം സമ്മർ ടൈമാണ്. ദുബായിലെ മലിനജലം ശുദ്ധീകരിച്ച് ദിവസേന 7 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് നനയ്ക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. (2013) ഒരു വാലന്റൈൻസ് ഡേയിലാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയത്. പിന്നെ ഇതിലെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 100 ദിറംസ് ആണ്. കുട്ടികൾക്ക് 85 ദിറംസ് ആണെന്ന് തോന്നുന്നു.
ഏകദേശം ഒരു 3-4 മണിക്കൂർ വേണം കേട്ടോ ഈ ഒരു ഫുൾ ഗാർഡൻ കണ്ട് നടന്ന് തീർക്കാനായിട്ട്. ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു 5 ലക്ഷത്തിലധികം പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു പടുകൂറ്റൻ എമിറേറ്റ്സ് A380 എന്ന് പറയുന്ന ഒരു വിമാനമാണ്. അത് ഈ വീഡിയോയുടെ വഴിയെ നിങ്ങൾക്ക് കാണാം. ആദ്യം കയറുന്ന ആവേശത്തിൽ നമ്മളിങ്ങനെ ഓരോ സ്പോട്ട് കാണുമ്പോഴും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. പിന്നീട് അങ്ങോട്ടാകുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് ഒന്ന് കണ്ട് അതിനപ്പുറത്ത് അതിലും ഗംഭീരമായിട്ടുള്ള ഓരോ ഫ്ലോറൽ സ്ട്രക്ചേഴ്സാണ് പിന്നെ കാണുന്നത്. അപ്പം നമ്മൾ പിന്നീട് ഫോട്ടോസ് എടുത്ത് മടുക്കും. ഇവിടുന്ന് നമ്മൾ കഴിക്കാൻ വാങ്ങിയത് ഞാനിങ്ങനെ ഒരു ചോളം ചുട്ടെടുത്തത് വാങ്ങിയായിരുന്നു. അതിന് 15 ദിറംസാണ് അവരെടുത്തത്. പിന്നെ ഒരു പപ്പയ്ക്കൊരു ടർക്കിഷ് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു, അതിന് 30 ദിറംസ്. പിന്നെ എന്തായിരുന്നു, നമ്മൾ 2 ചായ വാങ്ങി, ചായക്ക് 10 ദിറംസായിരുന്നു. ഞങ്ങൾ വൈകിട്ട് ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ 4 മണി അടുപ്പിച്ച് വന്നതാണ്. പിന്നെ ആ ഒരു നോൻപ് തുറ ടൈമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുമല്ലോ, അപ്പോൾ ആ ഒരു രാത്രിത്തെ ഒരു വൈബും കൂടെ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പടുകൂറ്റൻ വിമാനം. പിന്നെ എപ്പോഴും ഈ ഒരു തീം ആയിരിക്കത്തില്ല, ഇതിൻ്റെ ഓരോ സീസൺ മാറുന്നതനുസരിച്ചിട്ട് ഇവരിതിൻ്റെ തീമും മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദുബായ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ദുബായ് മിറാക്കിൾ ഗാർഡൻ. പിന്നെ ഇനി എനിക്ക് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ പോകണം എന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഞാനിവിടെ ഇപ്പം ഇതിന് ഡയറക്റ്റ് നമ്മൾ വന്നിട്ട് എടുക്കുമായിരുന്നു. ഓൺലൈനിലും ടിക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നോൻപ് തുറക്കുന്ന ടൈമൊക്കെ ആയി, ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങിയപ്പോഴത്തേനും അവിടെ ലൈറ്റ്സ് ഒക്കെ ഓണായി. ഇതാണ് ഞാൻ പറഞ്ഞ
ഈ ലൈറ്റൊക്കെ വരുമ്പോൾ ഉള്ളൊരു വൈബൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. അങ്ങനെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്നത്തെ മിറാക്കിൾ ഗാർഡൻ വിസിറ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗ് എന്ന് പറയുന്നത് മിക്കവാറും ഗ്ലോബൽ വില്ലേജിൻ്റെ വ്ളോഗായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും ബൈ ബൈ.